എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് SCERT 8ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം 11ാമത്തെ ചാപ്റ്ററിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. കാന്തികത എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കാന്തം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം മഗ്നീഷ്യയാണ്. കാന്തം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം മഗ്നീഷ്യ. മഗ്നീഷ്യയിൽ നിന്നും കണ്ടെത്തിയ ധാതുവിന് നൽകിയ പേര് മാഗ്നറ്റൈറ്റ്. മഗ്നീഷ്യയിൽ നിന്നും കണ്ടെത്തിയ ധാതുവിന് നൽകിയ പേര് മാഗ്നറ്റൈറ്റ്. കാന്തത്തിന്റെ കഷ്ണങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അവ ഒരു പ്രത്യേക ദിശ സൂചിപ്പിക്കുന്നു. ഈ ഗുണവിശേഷം പ്രകടിപ്പിക്കുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നത് ലീഡിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ എന്നാണ്. കാന്തത്തിന്റെ കഷ്ണങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അവ ഒരു പ്രത്യേക ദിശ സൂചിപ്പിക്കുന്നു. ഈ ഗുണവിശേഷം പ്രകടിപ്പിക്കുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നത് ലീഡിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ എന്നാണ്. പ്രകൃതിയിൽ നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നത് സ്വാഭാവിക കാന്തങ്ങൾ എന്നാണ്. പ്രകൃതിയിൽ നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നത് സ്വാഭാവിക കാന്തങ്ങൾ എന്നാണ്. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. സ്വതന്ത്രമായി ചലിക്കാത്ത രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അതെപ്പോഴും ഏത് ദിശയിലായിരിക്കും കാണപ്പെടുക? തെക്ക് വടക്ക് ദിശയിലായിരിക്കും കാണപ്പെടുക. സ്വതന്ത്രമായി ചലിക്കാത്ത രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അതെപ്പോഴും ഏത് ദിശയിലായിരിക്കും കാണപ്പെടുക? തെക്ക് വടക്ക് ദിശയിലായിരിക്കും കാണപ്പെടുക. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കാന്തത്തിന്റെ അഗ്രഭാഗം അറിയപ്പെടുന്നത് ഉത്തരധ്രുവം എന്നാണ്. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കാന്തത്തിന്റെ അഗ്രം അറിയപ്പെടുന്നത് ഉത്തരധ്രുവം എന്നാണ്. ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കാന്തത്തിന്റെ അഗ്രം അറിയപ്പെടുന്നത് ദക്ഷിണധ്രുവം എന്നാണ്. ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കാന്തത്തിന്റെ അഗ്രം അറിയപ്പെടുന്നത് ദക്ഷിണധ്രുവം എന്നാണ്. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു. കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. ചക്രങ്ങളില്ലാതെ തന്നെ പാലത്തിനു മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനാണ് മഗ്ലെവ് ട്രെയിനുകൾ. ചക്രങ്ങളില്ലാതെ തന്നെ പാലത്തിനു മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിൻ മഗ്ലെവ് ട്രെയിനുകൾ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻസ്. അധികം തേയ്മാനം കൂടാതെ ആയാസരഹിതമായും നിശബ്ദമായും വേഗത്തിലും സഞ്ചരിക്കുന്ന ട്രെയിനാണ് മഗ്ലെവ് ട്രെയിൻ. അധികം തേയ്മാനം കൂടാതെ ആയാസരഹിതമായും നിശബ്ദമായും വേഗത്തിലും സഞ്ചരിക്കുന്ന ട്രെയിനാണ് മഗ്ലെവ് ട്രെയിൻ. അലൂമിനിയത്തിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ച കാന്തസൂചിയാണ് കോമ്പസ്. അലൂമിനിയത്തിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ച കാന്തസൂചി കോമ്പസ് ആണ്. ദിക്കുകൾ അറിയാൻ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം കോമ്പസ്. ദിക്കുകൾ അറിയാൻ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോമ്പസ് ആണ്. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ വില്യം ഗിൽബർട്ട് ആണ്. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. ഭൂമിക്ക് ഭൂമിശാസ്ത്രപരമായ തെക്കും വടക്കും ഉള്ളതുപോലെ ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ അതിനും തെക്കും വടക്ക് ധ്രുവങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് വില്യം ഗിൽബർട്ട് ആണ്. ഭൂമിക്ക് ഭൂമിശാസ്ത്രപരമായ തെക്കും വടക്കും ഉള്ളതുപോലെ ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ അതിനും തെക്കും വടക്കും ധ്രുവങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് വില്യം ഗിൽബർട്ട് ആണ്. ഭൂകാന്തത്തിന്റെ ദക്ഷിണധ്രുവം ഭൂമിശാസ്ത്രപരമായ ഏത് ധ്രുവത്തിനടുത്തായിരിക്കും? ഉത്തരധ്രുവത്തിനടുത്തായിരിക്കും. ഭൂകാന്തത്തിന്റെ ദക്ഷിണധ്രുവം ഭൂമിശാസ്ത്രപരമായ ഏത് ധ്രുവത്തിനടുത്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഉത്തരധ്രുവത്തിനടുത്തായിരിക്കും. ഭൂകാന്തത്തിന്റെ ഉത്തരധ്രുവം ഭൂമിശാസ്ത്രപരമായ ഏതിനടുത്തായിരിക്കും എന്ന് ചോദിച്ചാൽ ദക്ഷിണധ്രുവത്തിനടുത്തായിരിക്കും.
ഭൂകാന്തത്തിന്റെ ഉത്തരധ്രുവം ഭൂമിശാസ്ത്രപരമായ ഏതിനടുത്തായിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദക്ഷിണ ധ്രുവത്തിനോടടുത്തായിരിക്കും. കാന്തത്തിന് എത്ര ധ്രുവങ്ങളുണ്ട്? 2 ധ്രുവങ്ങളാണ് കാന്തത്തിനുള്ളത്. കാന്തിക ബലത്തിന്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന ഒരു രേഖയെ എന്തു പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാന്തിക ബലരേഖ എന്നാണ് പറയാ. കാന്തിക ബലത്തിന്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന ഒരു രേഖയെ എന്തു പറയുന്നു? കാന്തിക ബലരേഖ എന്ന് പറയുന്നു. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട്. കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത് കാന്തിക മണ്ഡലം എന്നാണ്. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നുണ്ട്. കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത് കാന്തിക മണ്ഡലം എന്നാണ്. കാന്തിക ബലരേഖകളുടെ പ്രത്യേകതകൾ ഒന്ന് വായിച്ചു പോവാം. കാന്തിക ബലരേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നില്ല. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു. കാന്തങ്ങളുടെ വിജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകളുടെ പാത ഒന്നിന്റെ ഉത്തരധ്രുവത്തിൽ നിന്ന് അടുത്തതിന്റെ ദക്ഷിണ ധ്രുവത്തിലായിരിക്കും. കാന്തത്തിന്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം. കാന്തത്തിന്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം. കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയെ എന്തു പറയുന്നു? പ്രേരിത കാന്തശക്തി എന്ന് പറയുന്നു. കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയെ എന്തു പറയുന്നു? പ്രേരിത കാന്തശക്തി എന്ന് പറയുന്നു. സമ്പർക്കം മുഖേന ആയാലും അസമ്പർക്കരഹിതമായാലും പ്രേരണ മൂലമുണ്ടാകുന്ന കാന്തത്തിന്റെ ധ്രുവതയാണ് അകന്ന അഗ്രത്ത് അതേ ധ്രുവവും അടുത്തുള്ള അഗ്രത്ത് വിപരീത ധ്രുവവും ആയിരിക്കും. സമ്പർക്കം മുഖേന ആയാലും സമ്പർക്കരഹിതമായാലും പ്രേരണ മൂലം ഉണ്ടാവുന്ന കാന്തത്തിന്റെ ധ്രുവത അകന്ന അഗ്രത്ത് അതേ ധ്രുവവും അടുത്തുള്ള അഗ്രത്ത് വിപരീത ധ്രുവവും ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിനെ എന്തു പറയുന്നു? വശകത എന്നാണ് പറയാ. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവ് വശകത എന്നാണ് അറിയപ്പെടുക. വശകതയിലൂടെ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് അറിയപ്പെടുന്നത് റിറ്റന്റിവിറ്റി എന്നാണ്. വശകതയിലൂടെ ലഭിച്ച കാന്തശക്തി നിലനിർത്തുവാനുള്ള കഴിവ് അറിയപ്പെടുന്നത് റിറ്റന്റിവിറ്റി എന്നാണ്. കാന്തിക ബലരേഖകൾ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. കാന്തിക ബലരേഖകൾ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെ നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയും. പച്ചിരുമ്പുകൾ ചുറ്റിയ കവചിത ചെമ്പുകമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിട്ട് എന്ത് നിർമ്മിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാൻ കഴിയും. പച്ചിരുമ്പിൽ ചുറ്റിയ കവചിത ചെമ്പുകമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിട്ട് നമുക്ക് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. കമ്പിച്ചുരുളുകളുടെ എണ്ണം, വൈദ്യുതിയുടെ അളവ്, കമ്പിച്ചുരുളിനകത്തുള്ള പച്ചിരുമ്പിന്റെ ഛേദതല വിസ്തീർണം എന്നിവയെ ആശ്രയിച്ച് നിർമ്മിക്കുന്ന കാന്തങ്ങളാണ് വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയുന്നത്. കമ്പിച്ചുരുളുകളുടെ എണ്ണം, വൈദ്യുതിയുടെ അളവ്, കമ്പിച്ചുരുളിനകത്തുള്ള പച്ചിരുമ്പിന്റെ ഛേദതല വിസ്തീർണം എന്നിവയെ ആശ്രയിച്ച് നിർമ്മിക്കുന്ന കാന്തങ്ങൾ വൈദ്യുത കാന്തങ്ങളാണ്. വൈദ്യുത കാന്തങ്ങൾ എന്ത് തരം കാന്തമാണ് എന്ന് ചോദിച്ചാൽ താൽക്കാലിക കാന്തമാണ്. വൈദ്യുത കാന്തങ്ങൾ എന്ത് തരം കാന്തമാണ്? താൽക്കാലിക കാന്തം. വൈദ്യുത പ്രവാഹം നിലച്ചാൽ ഇതിന്റെ കോറായി വെച്ചിരുന്ന പച്ചിരുമ്പിന്റെ കാന്തശക്തിക്ക് എന്ത് സംഭവിക്കുന്നു? കാന്തശക്തി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. വൈദ്യുത പ്രവാഹം നിലച്ചാൽ ഇതിന്റെ കോറായി വെച്ചിരിക്കുന്ന പച്ചിരുമ്പിന്റെ കാന്തശക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ കാന്തശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടുമുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.